വാർത്ത. ചണ്ഡീഗഡ് മേയർ സ്ഥാനം രാജിവെച്ച് BJP നേതാവ് മനോജ് സോങ്കർ. മേയർ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കവെയാണ് നീക്കം. കേസ് നേരത്തെ പരിഗണിച്ച സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ചണ്ഡീഗഡിലെ ആ കസേര കളി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് BJP നേരിട്ടത് സുപ്രീം കോടതിയിൽ നിന്ന്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഒരു തിരിച്ചടി, അത് ഇനിയും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഈ രാജി? ഗോകുൽ, തീർച്ചയായിട്ടും. കാരണം ഈ സുപ്രീം കോടതി കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം വരെ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ഉയർത്തുകയുണ്ടായി. മാത്രമല്ല, ഈ വരണാധികാരി ഈ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ വരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. എന്തായാലും കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത്. മേയർ സ്ഥാനം രാജിവെച്ച BJP നേതാവ് മനോജ് സോങ്കർ ഏതാണ്ട് വരണാധികാരി ഇന്ത്യ മുന്നണി 8 വോട്ടാണ് അസാധുവാക്കിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്ന മറ്റൊരു വാർത്ത എന്നുള്ളത് ഈ അട്ടിമറി BJP അവിടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ BJPയിൽ ചേർന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പൂനം, നേഹ, ഗുർചരൺ ദാസ് കാല എന്നിവരാണ് BJPയിൽ ചേർന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ മേയർ കസേര കളി മാറും. കാരണം നിലവിലെങ്കിൽ മുൻതൂക്കം അനുസരിച്ച് BJPക്ക് തന്നെയായിരിക്കും ആ കസേര ഉറപ്പിക്കുവാൻ കഴിയുക. എന്തായാലും അട്ടിമറി നീക്കം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നാളെ കേസ് പരിഗണിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അട്ടിമറി നീക്കം ഇപ്പോൾ ഈ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ നിരീക്ഷിച്ച കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ BJP മേയറുടെ രാജി. പക്ഷേ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവരുടെ നില ഭദ്രമാക്കുന്ന തരത്തിൽ 3 AAP കൗൺസിലർമാരെ BJP പക്ഷത്തേക്ക് കൂറുമാറിയിരിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്.